2026 UDF സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാകും. യാതൊരു സംശയവുമില്ല. അവരെ പോലും നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം. അതിന് മുകളിലേക്കാണ് ഇന്ന് 3 കോടതി വിധികൾ വന്നു വീഴുന്നത്. 2 സുപ്രീം കോടതിയിൽ നിന്ന്, 1 ഹൈക്കോടതിയിൽ നിന്ന്. സുപ്രീം കോടതിയിൽ നിന്ന് വന്ന 2 വിധികളിൽ 1 സുപ്രധാനമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റുകയും പത്രമാധ്യമങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ ഈ വാർത്തയ്ക്ക് വേണ്ടി നീക്കിവെക്കുകയും ദൃശ്യമാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വാർത്തയ്ക്കിടയിലെ ചർച്ച, അതിനുശേഷം അന്തിച്ചർച്ച ഒക്കെ നടത്തുകയും ചെയ്ത സംഭവമാണ്. മലയാള മനോരമയാണ് ഈ വ്യാജ വാർത്ത, കള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിലൊരു സത്യമുണ്ട്. ആ സത്യത്തെ വളച്ചൊടിച്ച് അതൊരു വ്യാജമാക്കി മാറ്റി കൊണ്ടുവന്നത് മലയാള മനോരമയാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ആ കേസാണ് ഇപ്പോൾ സുപ്രീം കോടതി എടുത്ത് തോട്ടിലിട്ടത്. ഇത് കിട്ടിയ ഉടനെ ഇതാ സർക്കാരിനെതിരെ കിട്ടിയ നല്ലൊരു ആയുധമാണ്, ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും, ഞാനൊരു അഭിഭാഷകനാണ് സുപ്രീം കോടതിയുടെ എന്നൊക്കെ പറഞ്ഞ് വിജിലൻസ് കോടതിയെ സമീപിച്ചു മാത്യു കുഴൽനാടൻ. തള്ളിപ്പോയി അവിടെ നിന്ന്. അതിനു മുമ്പ് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ നടത്തിയ പെർഫോമൻസ് ഉണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും. അതിനുശേഷമാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. അവിടെ നിന്ന് വിജിലൻസ് കോടതിയിൽ നിന്ന് കേസ് തള്ളിപ്പോയ ശേഷം ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ രക്ഷ കിട്ടുമെന്നാണ് കരുതിയത്. ഹൈക്കോടതിയും തള്ളി. പിന്നീട് ഏതാണ്ട് കേസ് അവസാനിപ്പിച്ചതായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം കേട്ടു തുടങ്ങിയ സമയത്ത് നേരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ധാർമ്മിക യുദ്ധം തുടരും, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അഴിമതിക്കെതിരെയുള്ള യുദ്ധമാണ് എന്നൊക്കെയാണ്. അവസാനം കോടതി കേസെടുത്ത് കൊട്ടയിലിട്ടപ്പോൾ പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പറയുന്നത് കേട്ടാൽ ചിരി വരും. ഞാൻ ഇനിയും തുടരുമെന്നാണ്. ഇനി എവിടെയാണ് പോകേണ്ടത്? ലോക കോടതിയിലേക്കോ? അഭിഭാഷകൻ എന്ന നിലയിലെങ്കിലും സാമാന്യ ധാരണയും ബോധമൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച മാത്യു കുഴൽനാടൻ ഒരു ബിഗ് സീറോ ആയി മാറി. മാത്യു കുഴൽനാടൻ അല്ല അവിടെ പരാജയപ്പെട്ടത്. കേരളത്തിലെ UDF നേതൃത്വമാണ്, കേരളത്തിലെ മാധ്യമങ്ങളാണ്, UDFിനെ കുടപ്പിടിച്ച് നടക്കുന്ന മാധ്യമങ്ങളാണ് തോറ്റ് തൊപ്പിയിട്ട്. വൻ തിരിച്ചടിയാണ് UDFിനെ സംബന്ധിച്ച്. അതും കൂടി മറികടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശബരിമല പ്രശ്നം ഉയർത്തി സമരം, നാടകം ഒക്കെ ആയി വരുന്നത്. അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന 2ാമത്തെ വിധി, ഇന്ന് വന്ന വിധി മറ്റൊന്നുമല്ല, 2004 റേഷൻ ഡിപ്പോ അനുവദിച്ചതിൽ കൈക്കൂലി വാങ്ങി എന്ന കേസാണ്. ആ കേസിന് എതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു ഇന്നത്തെ MPയും UDF കൺവീനറുമായ അടൂർ പ്രകാശ്. എന്നെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഹർജി. തള്ളി സുപ്രീം കോടതി. എന്നിട്ട് പറഞ്ഞു ഹൈക്കോടതിയെ സമീപിക്കാൻ, ഹൈക്കോടതി തീരുമാനമെടുക്കും എന്ന് വെച്ചാൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ആളാണ് അടൂർ പ്രകാശ് എന്ന് പരോക്ഷമായി പറയുകയാണ് സുപ്രീം കോടതി ചെയ്തത്. UDF കൺവീനർക്കെതിരെയാണ്, ഒരു MPക്കെതിരെയല്ല, MLAക്കെതിരെയല്ല, ഒരു കോൺഗ്രസ് നേതാവിനെതിരെയല്ല. സാധാരണ UDFിൻ്റെ കൺവീനർക്ക് എതിരെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത്. 2ാമത്തെ വമ്പൻ തിരിച്ചടി. ഇനിയാണ് ഏറെ രസകരം. ഹൈക്കോടതി ശബരിമല സ്വർണ്ണ പ്രശ്നം ഉണ്ടായ ഘട്ടത്തിലെല്ലാം LDF മുന്നോട്ട് വെച്ച, സർക്കാർ മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട്. സമഗ്രമായ അന്വേഷണമാണ്. 1998, 99 മുതൽ 2005 വരെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. സ്വർണം പൂശിയത്, സ്വർണം പൂശാൻ വീണ്ടും കൊണ്ടുപോയത്, എവിടെയൊക്കെ ക്രമക്കേട് വന്നു, 2019 യഥാർത്ഥ സ്വർണം പൂശിയ പാളി എവിടെ എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ആരുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അടിച്ചു മാറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞുകൊണ്ടാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഒരു പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. മറ്റുള്ളവർ ആരൊക്കെ, അത് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമഗ്രമായ അന്വേഷണം വേണം എന്ന നിലപാടെടുത്തത് LDF സർക്കാർ. ദേവസ്വം ബോർഡ് കോടതിയെ കാര്യം അറിയിക്കാൻ തീരുമാനിച്ചു, അറിയിക്കുകയും ചെയ്തു. അതനുസരിച്ച് കോടതി ഉത്തരവിട്ടു, സമഗ്രമായ അന്വേഷണം നടക്കും. കാറ്റ് പോയത് ആർക്കാണ്? UDFിനാണ്. കാരണം ശബരിമല പ്രശ്നം ഉയർത്തി ഇതാ സുവർണാവസരം കിട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി മാറ്റാനാണ്
ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ആയുധം കിട്ടിയിരിക്കുന്നു എന്ന് കരുതി ചാടി ഇറങ്ങിയതാണ് UDF. കോടതി കൊടുത്തു തലക്കെട്ട് ഒരടി. ഇനി അന്വേഷണം കഴിയട്ടെ, അന്വേഷണം കഴിഞ്ഞ് കോടതി നിലപാട് പറയട്ടെ, കുറ്റക്കാരാരൊക്കെയാണെന്ന് കണ്ടെത്തട്ടെ, അതിനുശേഷമേ പ്രതിപക്ഷത്തിന് മിണ്ടാൻ കഴിയുകയുള്ളൂ. അതാണ് പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടി. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ പോലും ഇപ്പോൾ നിരാശയിലാണ്. UDFൻ്റെ ഇന്നത്തെ അവസ്ഥ ചിന്തിച്ച് എന്താണ് ആയുധമാക്കേണ്ടത്, എന്താണ് രാഷ്ട്രീയ പ്രതിരോധം, എങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടത് എന്നൊന്നും അറിയാതെ ബഹളം വെച്ച് നടക്കുന്ന, വായ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടമായി UDF മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. അത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDFിലെ വിവിധ ഘടകകക്ഷി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അവരുമായി സ്വകാര്യമായി സംസാരിച്ചാൽ അവരുടെ അഭിപ്രായമാണ്. ഈ നേതാക്കൾ UDFിനെ നശിപ്പിക്കും, 2026 പ്രതിപക്ഷത്ത് ഇരിക്കാൻ തന്നെയാണ് യോഗം എന്ന് ഏതാണ്ട് ഉറപ്പിച്ച രീതിയിലാണ് UDFിൻ്റെ പോക്ക്. ഇന്നത്തെ 3 കോടതി വിധികൾ, 2 സുപ്രീം കോടതി, 1 ഹൈക്കോടതി, എല്ലാം UDFിന് വമ്പിച്ച തിരിച്ചടിയാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എവിടെയാണോ സർക്കാർ പറഞ്ഞത് അവിടെ തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ ചിത്രം.